കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ DYFIയോ യൂത്ത് കോൺഗ്രസ്സോ യുവമോർച്ചയോ 2020യോ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, എപ്പാട്ട് ഇവർ രാഷ്ട്രീയം. നിങ്ങൾ നാളെ അധികാരത്തിൽ വരുന്നത് ആരായാലും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെതായ രീതിയിൽ കൊണ്ടുപോക്കോ, എനിക്കതിനോടൊരിതില്ല. പക്ഷേ ഒരു ബേസിക്കായിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയും, നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് വെച്ചാൽ, കേരളത്തിലെ യുവാക്കൾക്ക് ഇത്രയും കാലം 10-70 വർഷമായിട്ട് സംഭവിച്ചത്, കേരളത്തിൻ്റെ ഇക്കോണമിയെ നയിച്ചത് പുറത്തുപോയി ഹൈ സാലറിയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ നാട്ടിലേക്ക് പൈസ അയച്ചിട്ടാണ്. ഇനിയുള്ള കേരളത്തിലെ യുവാക്കൾക്കെങ്കിലും കേരളത്തിൽ തന്നെ ഗൾഫിലും യൂറോപ്പിലും കിട്ടുന്ന സാലറി കേരളത്തിൽ തന്നെ യുവാക്കൾക്ക് നേടാൻ പറ്റുന്ന സിറ്റുവേഷൻ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ രാഷ്ട്രീയമൊക്കെ ചെയ്തോ, രാഷ്ട്രീയം അത് വേറെ. പക്ഷേ ഈ ഒരു ബേസിക് മോട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇച്ഛാശക്തി മതി, രാഷ്ട്രീയമായ ഇച്ഛാശക്തി മതി. അന്നേരം അതിനുള്ള വഴിയൊക്കെ മുന്നിൽ തെളിയും. വെറും ചതുപ്പ് പോലെ കിടന്ന സിംഗപ്പൂരിലാണ് എന്നെയാണ് ലീ ക്വാൻ യു ഒരു വേൾഡിൻ്റെ വലിയൊരു ഇക്കണോമിക് ക്യാപിറ്റലാക്കി മാറ്റിയിട്ടുള്ളത്. അത് വഴികളൊക്കെ ഉണ്ടാകുമെന്നേ. കേരളത്തിൽ തന്നെ കായൽ നികത്തി അവിടെ കൃഷി ചെയ്ത മുരിക്കൻ്റെ നാടാണ് കേരളം. കുട്ടനാടിലെ മുരിക്കൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ നാടാണ്. പ്രകൃതി അങ്ങനെ അത്രയും വല്ലിട്ട് വിജയിച്ച നാടായത്. അപ്പോൾ മലയാളിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഈ നാട്ടിൽ തന്നെ ഇവിടുത്തെ യുവാക്കൾക്ക് പുറത്ത് കിട്ടുന്ന അതേ ശമ്പളം സൃഷ്ടിക്കാൻ പറ്റും. നമുക്ക് ഇത്രയും വലിയ കടൽ തീരമുണ്ട്. ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട്. കടൽ പായലെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനൊന്നും ഇതുപോലെ പല സംഗതികളുണ്ട്. നമുക്കൊരു നല്ല കുസാറ്റ് കൊച്ചിയിൽ നല്ലൊരു ഈ മറൈൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവരുടെ എല്ലാം ആ ഒരു എക്സ്പെർട്ടൈസ് യൂസ് ചെയ്തിട്ട് പരമാവധി യുവാക്കളെ ആ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യുക. ടൂറിസം കുറേ കൂടി എക്കോ ഫ്രണ്ട്ലി ആയ രീതിയിൽ കൊണ്ടുവരിക. നമ്മുടെ കൾച്ചറിനെ, നോർത്ത് മലബാറിൻ്റെ കൾച്ചറിനെയൊക്കെ നമുക്ക് ബാലി പോലെ മറ്റൊരു ബാലിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും ടൂറിസത്തിൽ. നമുക്ക് പറഞ്ഞു തരാൻ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നൊരു വലിയൊരു വിഷണറി ആയിട്ടുള്ള മനുഷ്യൻ കേരളത്തിലുണ്ട്. അങ്ങനെ എത്രയോ പേരുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ SS ലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം പാർട്ടി നോക്കാതെ അദ്ദേഹത്തെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും ഭയങ്കര ലോകം കണ്ട ഒത്തിരി വലിയ ആൾക്കാർ കേരളത്തിൽ. ഇവരെല്ലാം യൂസ് ചെയ്തുകൊണ്ട് പാർട്ടി വിട്ടിട്ട് ഏത് പാർട്ടിയിലുള്ള നേതാക്കളും ഡെവലപ്മെൻറ്റ് വരുമ്പം പാർട്ടി മറന്നുകൊണ്ട് പരമാവധി ആൾക്കാരെ കൺസൾട്ട് ചെയ്തിട്ട് പോളിസികൾ ഫ്രെയിം ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കേരളത്തിൽ തന്നെ ഒരു ഡെവലപ്ഡ് എക്കോണമി ആയിട്ട് ഇന്ത്യ 2047 മാറുമ്പോഴേക്കും കേരളവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. പുറത്തുള്ള മലയാളികൾ കൂടി തിരിച്ചിവിടെ വന്ന് സന്തോഷമായി ജീവിക്കുന്ന സാഹചര്യം ഇവിടുത്തെ നേതാക്കന്മാർ വിചാരിച്ചാൽ ഉണ്ടാകും. അതിന് പറ്റുമെന്നത് അതിനുള്ള